മോളെ അച്ഛനും ആ സാറും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതാ. സാറിന് പുനലൂരേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴേ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതാണ് ആ സാറിന്റെ സ്നേഹം. ചേട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്തേ, ചോറെടുത്ത് വെച്ചേക്കുന്നു. നല്ല ഒന്നാന്തരം വറ്റിച്ച ചൂരക്കറിയുണ്ട്, വന്ന് കഴിച്ചേ. നല്ല സൂപ്പറായിട്ട് ചൂര വറുത്തും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ എന്റെ മൂത്ത് നോക്കി എങ്ങനെ പറയാൻ തോന്നണ്? ചമ്മന്തി ഉണ്ടച്ചാ. എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഇറങ്ങൂല. എന്റെ സാറ് എല്ലായിടത്തും പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണമല്ലോ. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയപ്പോ എന്നെ വിളിക്കാഞ്ഞേ? അച്ഛാ, ആ സാർ മരിച്ചു പോയതാ, അല്ല ടൂറിനൊന്നും പോയതല്ല. പിന്നെ ആ സാറ് മരിച്ചിട്ട് ഇന്നേക്ക് 3 വർഷമായി. അച്ഛനിങ്ങനെ ഇരിക്കല്ലേ അച്ഛാ, കാലമൊക്കെ കുറെ കടന്നു പോയി. മോളെ, ആ സാറ് 3 വർഷം മുമ്പും 30 വർഷം മുമ്പും മരിച്ചാലും ഞാൻ ഇന്നല്ലേ ആ വാർത്ത അറിയുന്നത്. അപ്പൊ സാർ എനിക്ക് ഇന്ന് മരിച്ച പോലെ എന്റെ ഫീലിംഗ് കേച്ചു. നോക്കി എന്റെ കയ്യൊന്ന് തൊട്ട് നോക്കി, തണുത്ത് മരവിച്ചിരിക്കണെന്താ. ആ വാർത്ത അറിഞ്ഞപ്പോ തുടങ്ങി മൊത്തം ഒരു മരവിപ്പാടാ. അത് മരുന്ന് കഴിക്കാത്തോണ്ടാ. ഭക്ഷണം കഴിച്ചെന്തെങ്കിലും മരുന്ന് കഴിക്കാച്ചാ. എനിക്കൊന്നും വേണ്ട. നിങ്ങറിയാമോ, പുനലൂരിരിക്കുമ്പോ സാർ എന്നും കുളത്തപ്പുഴയുള്ള വീട്ടിൽ പോയി തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ 2 കൈയില് 2 പൊതിച്ചോറുണ്ടാവും. സാറിന് ഭയങ്കര ആർത്തിയായിരുന്നാ? 2 പൊതിച്ചോറൊക്കെ കഴിച്ചു. അതല്ല മോളെ, ഒരു പൊതിച്ചോറ് അച്ചക്കുള്ളതാണ്. അപ്പൊ സീതാമ്മ ഒന്നും തന്നുകൊടുത്തില്ലായിരുന്നോ? സീതാമങ്ങ് കുഴിപ്പള്ളത്ത്, അച്ഛൻ പുനലൂര്. അപ്പൊ നിങ്ങള് വഴക്കായിരുന്നു. കേച്ചു, ഇവളെ വിളിച്ചോണ്ട് പോടാ. മിണ്ടരുത് കേട്ടോ. ഒരിക്കല് മീൻ മുള്ളു കൊണ്ട് എന്റെ കൈ മുറിഞ്ഞ്. അന്ന് സാറാ എനിക്ക് ചോറ് വാരി തന്നത്. അത്രക്ക് സ്നേഹസമ്പന്നനാണ് എന്റെ ഈ പ്രഭാകരൻ സാർ. നേരത്തെ പ്രകാശനല്ലായിരുന്നോ? ഇപ്പൊ ഈ പ്രകാരനായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രഭാകരൻ. കണ്ടിന്യൂ. ഇനി പറയാനൊന്നുമില്ലടാ. എണീച്ചേട്ടാ, വന്നു എല്ലാം കഴിച്ചേ. ബാ അതെന്നാ പഠിക്ക്. എനിക്ക് വേണ്ട. എടാ, പണ്ട് പുനലൂരുണ്ടായിരുന്നപ്പോ ഒരിക്കലും ഞാൻ ബൈക്കിൽ നിന്ന് വീണ് കാലൊടിച്ചപ്പോ തീർന്നില്ലേ ഇത്? ഇല്ല, ഇപ്പഴാ ഓർത്തു. പ്രഭാകരൻ സാറ് എന്നെ നീ പിടിച്ചേക്കണത് പോലെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴും അതൊക്കെ ഓർക്കത്തിന്റെ സാറേ. നിങ്ങളുടെ കാലിനെന്ത് പറ്റി? ശരിയാണല്ലോ, കാലിനൊന്നുമില്ലല്ലോ. നീ ഒന്ന് താങ്ങിയപ്പോ ഞാനൊന്ന് തൂങ്ങിയതാ പോലെ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. എന്നാ ബാബു ഇതൊക്കെ